അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ചെറുപ്പകാലം മുതൽ കേൾക്കുന്ന ഈ നാമങ്ങൾ ഒരു ക്ഷേത്രത്തിൽ വന്ന് പറയാൻ പറ്റണമെങ്കിൽ അതിവിടെ തന്നെ എത്തും. രാവിലെ അമ്മ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മി ദേവിയായും വൈകുന്നേരം ദുർഗാദേവിയുമായി നിലകൊള്ളുന്ന കേരളത്തിലെ അത്യപൂർവമായ ക്ഷേത്രം. ഞാനിപ്പോൾ ഉള്ളത് ലോകപ്രശസ്തമായ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലാണ്. പ്രത്യേകിച്ച് ഒരു സ്ഥലം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ലോകത്ത് എവിടെ ചെന്നാലും ദേവിയെ പറ്റിയിട്ടുള്ള ശാസ്ത്രങ്ങളും കഥകളും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയല്ല ചോറ്റാനിക്കര അമ്മ. വിളിച്ചാൽ വിളിക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുന്ന അമ്മ എന്നാണ് ചോറ്റാനിക്കര അമ്മയുടെ വിശേഷം. വളരെ കൗതുകം തോന്നുന്നൊരു കാഴ്ച നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും. ആൽമരത്തിന് ചുറ്റും കമ്പിയും മാണിയും തറച്ചിരിക്കുന്നു. എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഭഗവതി നേരിട്ട് കാണാൻ കഴിയും. കീഴ്ക്കാവിലമ്മയ്ക്ക് ഗുരുതിക്കൂട്ട്, ശർക്കര, മഞ്ഞൾ, ചുണ്ണാമ്പ് എന്നിവ ചേർത്തുള്ളൊരു കൂട്ട് കീഴ്ക്കാവിലമ്മയ്ക്ക് വഴിപാടായി സമർപ്പിച്ചാൽ തീരാത്ത പ്രശ്നവുമില്ല, ദുഃഖവുമില്ലെന്നാണ് ശാസ്ത്രവും. അതാണ് സത്യം. വിശ്വാസങ്ങളെപ്പോലും ത്രസിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വഴിപാട് ഈ ക്ഷേത്രത്തിലുണ്ട്. നെയ് സേവ. പൈശാചിക ബന്ധനങ്ങളും ബാധാദോഷങ്ങളുമുള്ള ആളുകൾ ഭഗവതിയുടെ അടുത്ത് വന്ന് ഒരു നെയ് സേവിക്കാറുണ്ട്. നെയ് സേവിച്ച ശേഷം ഭഗവാന്റെ അടുത്ത്, അതായത് മഹാദേവന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മഹാദേവൻ ആ ബാധയും പൈശാചിക ശല്യങ്ങളും ഇളക്കിക്കളയുന്നുവെന്നും വൈകുന്നേരം നടക്കുന്ന ഗുരുതി പൂജയിൽ ആ പൈശാചിക ദോഷങ്ങൾക്ക് ഭഗവതി, അതായത് കീഴ്ക്കാവിലമ്മ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇവിടെയുള്ള വിശ്വാസം. ശാസ്ത്രത്തിന് മേൽ വിശ്വാസങ്ങൾക്കുള്ളൊരു പ്രാധാന്യം. ചോറ്റാനിക്കര ക്ഷേത്രത്തില് കുംഭമാസത്തിലെ മകം കഴിഞ്ഞു വരുന്ന പൂരത്തിന് പുരുഷന്മാർ വന്ന് തൊഴണം എന്ന് പറയുന്നതിന് പിന്നിലൊരു ശാസ്ത്രമാണ്. ആ ഒരു ദിവസം മാത്രമാണ് കീഴ്ക്കാവിലമ്മ മേൽക്കാവിലമ്മയുടെ അടുത്ത് എത്തുന്നത്. മേൽക്കാവിലമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോയി പൂരപ്പറമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ചടങ്ങ് പൂർത്തിയാകുന്നത്. ശാസ്ത്രത്തിനും വിശ്വാസത്തിനും അപ്പുറം ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രം. വിശ്വാസത്തെക്കാൾ കൂടുതൽ അനുഭവസ്ഥർ കൂടുതലുള്ള ചോറ്റാനിക്കര അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ദേവിയെ നിങ്ങളൊന്ന് കാണണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദേവിയോട് പറയുക. എല്ലാ ആഗ്രഹങ്ങളും തീർക്കുന്നതിന് ദേവിക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ: പരമമായ വിശ്വാസവും പ്രാർത്ഥനയും.